ഇടുക്കിയിലെ ലഹരി ഹോട്ട്സ്പോട്ടുകളിൽ പരിശോധന ശക്തമാക്കാൻ എക്സൈസ് സ്പെഷ്യൽ ഷാഡോ ടീമിനെ നിയോഗിക്കും. ജില്ലാ അതിർത്തി മേഖലയോട് ചേർന്നുള്ള വിനോദസഞ്ചാര മേഖലകളിലാകും ആദ്യഘട്ട പരിശോധന. കൂടുതൽ വിവരങ്ങളുമായി രാഹുൽ വിജയൻ നമുക്കൊപ്പം ചേരും. ആദ്യം ഇതിനെക്കുറിച്ചൊരു പ്രതികരണം കിട്ടിയിട്ടുണ്ട്. ആ പ്രതികരണം ആദ്യം ഒന്ന് കേൾക്കാം. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊക്കെ ധാരാളം സഞ്ചാരികൾ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രധാന പ്രശ്നമായ മയക്കുമരുന്നിൻ്റെ ഉപയോഗവും കൂടുതലായി കാണപ്പെടുന്നൊരു സാഹചര്യമാണുള്ളത്. മയക്കുമരുന്ന് മാത്രമല്ല, അനധികൃത മദ്യനിർമ്മാണവും വിതരണവും ഒക്കെ ഈ മേഖലകളിലേക്ക് കൂടുതലായി കാണപ്പെടുന്ന സാഹചര്യമുണ്ട്. നമ്മൾ ഈ ഒരു മേഖലകൾ കേന്ദ്രീകരിച്ച് പ്രത്യേകമായ രാത്രികാല പരിശോധനകളും വിവരശേഖരണവും നടത്തുന്നുണ്ട്. നമ്മുടെ ഷാഡോ ടീമിനെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ കൂടുതലായി ടൂറിസ്റ്റുകൾ വന്ന് തമ്പടിക്കുന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളോട് ചേർന്നുള്ള ഭാഗങ്ങളൊക്കെ പ്രത്യേകമായ പരിശോധനയ്ക്കും നിരീക്ഷണത്തിനൊക്കെ വിധേയമാക്കി വരുന്നു. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നു. രാഹുൽ, യഥാർത്ഥത്തിൽ നമ്മുടെ ഈ വാർത്തയ്ക്ക് ഒരു ഇമ്പാക്റ്റ് ഉണ്ട് എന്നറിയുന്ന സന്തോഷം. കൂടുതൽ അന്വേഷണം നടക്കട്ടെ. വിവരങ്ങൾ എന്തായാലും ഇടുക്കിയിലെ ലഹരി ഹോട്ട്സ്പോട്ടുകളിൽ ലഹരി ഉപയോഗിക്കുന്നവരും അത് വിൽക്കാൻ ശ്രമിക്കുന്നവരും പിടിക്കപ്പെടും എന്നുള്ളതാണ് എക്സൈസ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ലഹരി ഉപയോഗവും അതിൻ്റെ വിപണനവും നടക്കുന്നു എന്നുള്ള വാർത്ത നമ്മൾ കൊടുത്തിരുന്നു. ലഹരി ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് അത്തരമൊരു വാർത്ത നൽകിയത്. അതിന് പിന്നാലെയാണ് പ്രത്യേകമായിട്ടുള്ള പരിശോധന നടത്താൻ എക്സൈസിൻ്റെ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇടുക്കി ജില്ലയുടെ അതിർത്തി മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലായിരിക്കും ആദ്യം പരിശോധന നടത്തുക. അതിനുവേണ്ടിയും പ്രത്യേക ഷാഡോ ടീമിനെ തന്നെ നിയോഗിച്ചിട്ടുണ്ട്. രാത്രികാലങ്ങളിൽ ഉൾപ്പെടെ പരിശോധന ഉണ്ടാകുമെന്നാണ് എക്സൈസ് പറയുന്നത്. ഇന്നിപ്പോൾ മൂന്നാർ, ചിന്നക്കനാൽ മേഖലകളിൽ പരിശോധന കർശനമായി തന്നെ നടത്തുമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുന്ന മേഖലയിലാണ് ഈ ലഹരി ഉപയോഗവും അതിൻ്റെ വിൽപ്പനയും നടക്കുന്നത്. അതായത് വിനോദസഞ്ചാരികളെ ലക്ഷ്യമിട്ടുകൊണ്ട് ലഹരി മാഫിയ പ്രവർത്തിക്കുന്നുണ്ട് ഇടുക്കിയിൽ എന്നുള്ളതാണ് എക്സൈസ് തന്നെ പറയുകയും ചെയ്തിട്ടുള്ളത്. അത്തരം ആളുകളെ കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അവരെ പിടികൂടുന്നതിനുള്ള നടപടിയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ വിനോദസഞ്ചാരി റിസോർട്ട് ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളിൽ ഈ അതിർത്തി കടന്നു വരുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ ജില്ലയുടെ പുറത്തുനിന്ന് വരുന്ന ആളുകളുണ്ട്. ഇവരെല്ലാവരും ഈ റിസോർട്ടുകൾ കേന്ദ്രീകരിച്ച് താമസിച്ച് ലഹരി ഉപയോഗവും വിപണനവും നടത്തുന്നു എന്നുള്ളൊരു വിവരമാണ് എക്സൈസിന് ലഭിച്ചിരിക്കുന്നത്. അത്തരമൊരു സൂചനയാണ് നമ്മുടെ വാർത്തയിലും ഉണ്ടായിരുന്നത്. അതൊക്കെ ക്രോഡീകരിച്ചുകൊണ്ടാണ് എക്സൈസിൻ്റെ ഒരു പരിശോധന എന്തായാലും ശക്തമാക്കാനുള്ള തീരുമാനത്തിലേക്ക് പോയിരിക്കുന്നത്. പിടി വീഴും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ലഹരി ഉപയോഗിക്കുന്നവരും വിപണനം നടത്തുന്നവരും കരുതി തന്നെ ഇരിക്കുക. ഉറപ്പായിട്ടും പിടിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. രാഹുൽ വിജയൻ.